ദിലീപ്, ഇപ്പോൾ ബി ഗോപകുമാർ പ്രതികരിക്കുന്നത് വരുന്ന നിയമസഭയിൽ BJP ഇത് വലിയൊരു വിഷയമായി ഉന്നയിക്കുമെന്നതാണ്. ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ വസ്തുതയാണ്. അതായത് ഇത്തരത്തിൽ വാർത്ത പ്രചരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ട് സ്പീക്കറോ അതോടൊപ്പം തന്നെ മറ്റു രീതിയിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന് അറിവ് ലഭിച്ചിട്ടില്ല എന്നാണ്. ഇത്തരത്തിൽ അതായത് അദ്ദേഹത്തിൻ്റെ ആ പരാമർശം നിയമസഭയിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് എങ്കിൽ അത് സ്വാഭാവികമായിട്ടും നിയമസഭ വിരുദ്ധമാണ് എന്നടക്കമുള്ള കാര്യത്തിലാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇനി എന്തായാലും അതിൻ്റെ വസ്തുത അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയാണ് പരിശോധിക്കേണ്ടതും. എന്തായാലും അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഭീകര സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഭീകര വിരുദ്ധർക്ക് മുന്നിലേക്ക് UDF മൂക്കുകുത്തി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് UDFിൻ്റെ അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഈ സഭാ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരാമർശം നീക്കുന്നുവെങ്കിൽ ഈ സഭാ സമ്മേളനം നടക്കുന്ന സമയത്താണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നിയമസഭയിൽ പറയേണ്ട കാര്യമാണ്. അല്ല എങ്കിൽ നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഏത് MLA ആണോ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്, ഏത് MLAയുടെ പരാമർശമാണോ പിൻവലിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ രേഖാമൂലം ആ MLA അറിയിക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BB ഗോപകുമാറിനെ അറിയിക്കേണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ യാതൊരുവിധ അറിയിപ്പോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സഭാ രേഖകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പരാമർശം പിൻവലിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശക്തമായി തന്നെ BJPയും നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും ശക്തമായി തന്നെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, ഓക്കെ ദിലീപ്, രഞ്ജിത്ത് അമ്പാടിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രഞ്ജിത്ത്, നമുക്കറിയാമല്ലോ അബ്ദുൽ നാസർ മദനിയുടെ മുൻകാല പ്രവർത്തികളും ഇയാളുടെ ചരിത്രവുമൊക്കെ. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ട കൊടും ഭീകരനാണ്. പിന്നീട് ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. രാജ്യത്തെ കോടതികൾ ഇയാൾക്ക് ജാമ്യം നൽകിയിരുന്നില്ല. ഇയാൾ പുറത്തിറങ്ങുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഭീഷണിയാകുമെന്ന് കോടതികൾ നിരീക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊടും ഭീകരനെതിരായി BJPയുടെ ഒരു MLA നടത്തുന്ന പരാമർശം നിയമസഭാ രേഖയിൽ നിന്നും സ്പീക്കർ മാറ്റി, അതും ആ MLAയോട് പറയാതെ മാറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ വിഷയം? തീർച്ചയായും ഗൗതം, ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമാജികർ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും ഒക്കെ MLAമാർ ഏതു പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അന്താരാഷ്ട്ര കുറ്റവാളിയായ കൊടും ക്രിമിനലായ കൊടും ഭീകരനായ അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് പോലും സംസാരിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എത്തി നിൽക്കുന്നു. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം എന്നത് PDPയെ പോലെ ഒരു സംഘടന മുന്നോട്ട് വെച്ച ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് BJP നിയമസഭാ കക്ഷി നേതാവിൻ്റെ പരാമർശം നീക്കം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ഈ PDP എന്താണ് എന്നുള്ളത്. ഒരു അതിതീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള സംഘടനയാണ്. അബ്ദുൽ നാസർ മദനി കേരളത്തിലെ ചെറുപ്പക്കാരോട് പൊട്ടിത്തെറിക്കാനും ജിഹാദിൻ്റെ വഴിയിലേക്ക് പോകാനും ആഹ്വാനം ചെയ്യുന്ന 80കളിലും 90കളിലുമൊക്കെ മദനി രൂപപ്പെടുത്തിയ ഇസ്ലാമിക് സേവാ സംഘ് എന്ന സംഘടന, ആ സംഘടന നിരോധിക്കുന്ന വേളയിലാണ് പിന്നീട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ പുതിയ തീവ്ര സ്വഭാവമുള്ള സംഘടന രൂപപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഒരു സംഘടനയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നുവെന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ വേണം ഈ വിഷയത്തെ നോക്കിക്കാണാൻ? രഞ്ജിത്ത്, നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും എങ്ങനെയാണ് മദനിയെ കണ്ടിരുന്നത്, എത്രമാത്രം ബാന്ധവമായിരുന്നു മദനിയോടും മദനിയുടെ പാർട്ടിയോടും ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് മദനിക്കൊപ്പം വേദി പങ്കിട്ടയാളാണ് കേരളത്തിലെ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായി ഭരിച്ച പിണറായി വിജയൻ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരു കാലത്ത് തോളിൽ കൈയിട്ട് നടന്ന വ്യക്തിയാണ് മദനി. ആ മദനി കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, കർണാടകയിൽ BJP ഭരിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ജയിലഴിക്കുള്ളിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുമാത്രവുമല്ല, രാജ്യത്തെ നീതിന്യായ കോടതികൾ അതിശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇപ്പോഴും ജയിലഴിക്കുള്ളിൽ മദനിക്ക് കഴിയേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. എന്നിട്ടോ കേരളത്തിലടക്കം ഈ സാമൂഹ്യ പ്രവർത്തകരെന്ന് പറയുന്നവർ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകരെന്ന് പറയുന്നവർ, എഴുത്തുകാരെന്ന് നടിക്കുന്നവരൊക്കെ തന്നെ മദനിക്ക് വേണ്ടി കണ്ണീർ പുഴ ഒഴുക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ കൂടി ഒരു ഭാഗമാണ് നിയമസഭയിൽ ഇപ്പോൾ നടന്നത്. തീർത്തും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ ഒരു നടപടി.